Hi students, മാട്രിക്സിൻ്റെ പാർട്ട് 3 ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് മാട്രിക്സ് എന്താണെന്നും ടൈപ്സ് ഓഫ് മാട്രിക്സസ്, ഹൗ ക്യാൻ വി ഫോം എ മാട്രിക്സ് ബൈ നോയിങ് ദ ജനറൽ എലമെന്റ് ഓഫ് ദാറ്റ് മാട്രിക്സ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ 2 മാട്രിക്സ് എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് 2 മാട്രിക്സ് ഈക്വൽ ആകുക, അതാണ് ആദ്യം ഇന്ന് പറയാൻ പോകുന്നത്. 2 മാട്രിക്സ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ഈക്വൽ ആകണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ദേ ആർ ഹാവിംഗ് ദ സെയിം ഓർഡർ. 2 മാട്രിക്സുകൾക്കും സെയിം ഓർഡർ ആയിരിക്കണം. മോറോവർ ഈച്ച് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. അതായത് 2 മാട്രിക്സുകൾ എയും ബിയും ഈക്വൽ ആകണമെങ്കിൽ അവയ്ക്ക് ഒരേ ഓർഡർ ആയിരിക്കണം. മാത്രമല്ല ഓരോ എലമെന്റും, എയിലത്തെ ഓരോ എലമെന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയിലത്തെ എലമെന്റിനെ ഈക്വൽ ആയിരിക്കുകയും വേണം. അങ്ങനെയാണ് 2 മാട്രിക്സുകൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും കേട്ടോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോളൂ. ഈ മാട്രിക്സ് 4 3 x 5 equal to matrix y set 1 5, then find x comma y comma set. അതായത് 2 മാട്രിക്സ് അവിടെ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ആ 2 മാട്രിക്സിലും അൺനോൺ വാല്യൂസ് ഉണ്ട് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദെയർ വാല്യൂസ്. ഈ ഇക്വാളിറ്റി ഓഫ് മാട്രിക്സസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വാല്യൂസ് കാണണമെങ്കിൽ നോക്കൂ, ഈ 2 മാട്രിക്സും ഈക്വൽ ആണെന്ന്, രണ്ടിനും ഒരേ ഓർഡർ ആണ് അല്ലേ. ഈ മാട്രിക്സ് ലെഫ്റ്റിലത്തെ മാട്രിക്സ് 2/2 ആണ്, റൈറ്റിലത്തെ മാട്രിക്സ് 2/2 ആണ്. ഇനി നമുക്ക് എക്സും വൈയും സെറ്റും കാണണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കി, ഇവിടെ 4ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആണ്. അപ്പോൾ 4 ഈക്വൽ ടു y. അപ്പൊ തന്നെ വൈയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ നോക്കി 3യും സെഡും ഈക്വൽ ആണ്. അപ്പൊ 3 ഈക്വൽ ടു സെഡ്. അപ്പൊ തന്നെ എക്സും 1ഉം ഈക്വൽ ആണ്. ഉണ്ടോ? അപ്പൊ നമുക്ക് വാല്യൂസ് ആയി. എന്തൊക്കെയാ വാല്യൂസ്? എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 3. അങ്ങനെ ഈ അൺനോൺ വാല്യൂസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അടുത്ത് പറയുന്നത് ഇതേ മോഡൽ തന്നെയാണ്. മാട്രിക്സ് തരുന്നതാണ് എക്സ് പ്ലസ് വൈ, അതുപോലെ തന്നെ ഇവിടെ 2, ഇവിടെ 5 പ്ലസ് സെറ്റ്, ഇവിടെ എക്സ് ഇൻറ്റു വൈ. ഇതാണ് ഒരു മാട്രിക്സ്. രണ്ടാമത്തെ മാട്രിക്സ് ഇതാണ് 6 2 5 8. ഉണ്ടോ? ഇങ്ങനെ 2 മാട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് എക്സ് വൈ സെറ്റ്. ഉണ്ടോ? അപ്പോൾ ഈ 2 മാട്രിക്സും രണ്ടും 2/2 ആയതുകൊണ്ട് പിന്നെ ഓർഡറിനെ കുറിച്ച് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി എന്ത് വേണം? അൺനോൺ വാല്യൂസ് കാണണം. അതിനെന്ത് ചെയ്യണം? വി ഹാവ് ടു ഇക്വേറ്റ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് ദി മാട്രിക്സസ്. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 ആണ് വരുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ നോക്കിയേ, ഇവിടെ 5 പ്ലസ് സെറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ്. പിന്നെ ഒരു പൊസിഷൻ ഇവിടെയാണ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 8. ഇത് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും വാല്യൂ കാണണം. അതിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പെട്ടെന്ന് സെഡിന്റെ വാല്യൂ കിട്ടും. ഇതിന് എന്താണ് സെഡിന്റെ വാല്യൂ? സെഡ് ഈക്വൽ ടു 0 അല്ലേ. ഇനി നോക്കിയേ, ഈ ഫസ്റ്റും അതുപോലെ തന്നെ ലാസ്റ്റും നോക്കിയേ, എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ 6, എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8. അപ്പൊ പോസിബിലിറ്റി ഇങ്ങനെയൊക്കെ ആകാട്ടോ. അതായത് എക്സ് ഈക്വൽ ടു 2 ആകാം, വൈ ഈക്വൽ ടു 4 ആകാം. കാരണം ഇത് രണ്ടും ആഡ് ചെയ്ത 6 മൾട്ടിപ്ലൈ ചെയ്ത 8. ഇനി തിരിച്ചു ആകാം, എക്സ് ഈക്വൽ ടു 4ഉം വൈ ഈക്വൽ ടു 2 ആകാം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 സെറ്റ് വാല്യൂസ് ഉണ്ടാവും. ഒന്ന് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 0. അടുത്ത സെറ്റ് എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു 0. ഇങ്ങനെ 2 സെറ്റ് വാല്യൂസ് നമുക്ക് എക്സിനും വൈക്കും മാറ്റി പറയാം. സെഡിനൊരു വാല്യൂ തന്നെ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
അടുത്ത ക്വസ്റ്റ്യനില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. മാട്രിക്സ് ഇവിടെ എ മൈനസ് ബി, ഇവിടെ 2a പ്ലസ് സി, ഇവിടെ 2a മൈനസ് ബി, ഇവിടെ 3c പ്ലസ് ഡി. ഇതാണ് ലെഫ്റ്റിലത്തെ മാട്രിക്സ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു -1 5 0 13. Given that these two matrices are equal, then find അവിടെ A, B, C and D. ഈ 4 വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ രണ്ട് മാട്രിക്സും ഈക്വൽ ആണ്. Then find, if these two matrices are equal, then find the values of A, B, C and D. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുക. ഓർഡറിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, രണ്ടും സെക്കൻഡ് ഓർഡർ മാട്രിസസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ A മൈനസ് ബി ഈക്വൽ ടു -1, അതുപോലെ തന്നെ 2a മൈനസ് ബി ഈക്വൽ ടു 0, then 2a പ്ലസ് സി ഈക്വൽ ടു 5, then 3c പ്ലസ് d ഈക്വൽ ടു 30. ഇങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടും. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സോൾവ് ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ആ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ആ സിയുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 13 കിട്ടും, മറ്റേ ഡിയുടെ വാല്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഈ 2 ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാനായിട്ട് ഇതിൽ നിന്നതൊന്ന് മൈനസ് ചെയ്ത് നോക്കി. ഈ സെക്കൻഡ് ഇക്വേഷൻ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ 2a മൈനസ് എ ആണ്. മൈനസ് ബി മൈനസ് മൈനസ് ബി ക്യാൻസൽ ചെയ്തു. 0 മൈനസ് മൈനസ് 1 1. അപ്പോൾ എയുടെ വാല്യൂ 1 എന്ന് കിട്ടി കേട്ടോ. എന്താ ചെയ്തത്? ജസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഈ എക്ക് 1 കൊടുത്താൽ 1 മൈനസ് ബി ഈക്വൽ ടു -1 മൈനസ് ബി ഈക്വൽ ടു -2. അപ്പോൾ ബി ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഈ ആദ്യത്തെ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചാണ്. ഇനി എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നോക്കി. 2 പ്ലസ് സി ഈക്വൽ ടു 5, അതിൽ നിന്ന് സി ഈക്വൽ ടു 3 കിട്ടും കേട്ടോ. ഇനി സിയുടെ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കി. 9 പ്ലസ് ഡി ഈക്വൽ ടു 13. അപ്പോൾ ഡിയുടെ വാല്യൂ 4 ആണ്. അങ്ങനെ എ ബി സി ഡി എന്ന 4 വാല്യൂസും കാണാം. അപ്പൊ ജസ്റ്റ് എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. Thereby we can have 4 equations, and solving which we will obtain the values of the unknown variables A, B, C and D. അപ്പോൾ ഇതൊക്കെ ഇക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മാട്രിക്സ് തന്നേക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്, പിന്നെ അതിന്റെ താഴെ എക്സ് പ്ലസ് സെറ്റ്, അതിന്റെ താഴെ വൈ പ്ലസ് സെറ്റ്. ഇത് ഒരു കോളം മാട്രിക്സ് ആണ്. കോളം മാട്രിക്സിലെ 3 റോസ് ഒരു കോളം 3/1 മാട്രിക്സ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 9 5 7 ഉണ്ടോ? ഈ 2 മാട്രിക്സും ഈക്വൽ ആണ്. Then find x, y and z. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ 2 മാട്രിക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും സെറ്റും കാണാനാണ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9, ഇത് ഒരു ഇക്വേഷൻ. അതുപോലെ തന്നെ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 7, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ഉണ്ടോ? അങ്ങനെ 3 ഇക്വേഷൻ കിട്ടി. അപ്പൊ അതിൽ നോക്കിയേ, ഈ മൂന്നാമത്തെ ഇക്വേഷൻ വൈ പ്ലസ് സെഡിന്റെ വാല്യൂ 7 ആണെന്നാണ്. അത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷനിൽ വൈ പ്ലസ് സെഡ് 7 ആണെന്നുള്ളത് ഇവിടെ കൊടുത്തു നോക്കുക. അപ്പൊ എന്താ? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9, അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും കേട്ടോ. എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ സെക്കൻഡിലെ എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5 ആണ്. എക്സ് പ്ലസ് സെഡ് 5 ആണെങ്കിൽ ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 പ്ലസ് വൈ ഈക്വൽ ടു 9. ഇതിൽ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ പറയാൻ പറ്റും 4 ആണ് കേട്ടോ. വൈയുടെ വാല്യൂ 4 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. ഇനി നോക്കിയേ, വൈയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്തായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്ത് കിട്ടുക? 4 പ്ലസ് സെറ്റ്
ഈക്വൽ ടു 7, അതിൽ നിന്ന് z ഈക്വൽ ടു 3 കിട്ടുന്നു. അപ്പോൾ എക്സിന്റെ വാല്യൂ 2 കിട്ടുന്നു, വൈയുടെ വാല്യൂ 4 കിട്ടുന്നു, സെഡിന്റെ വാല്യൂ 3 കിട്ടുന്നു. ഈ 3 ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടും കേട്ടോ. ആദ്യത്തേല് y പ്ലസ് സെഡിന്റെ വാല്യൂ ഇവിടുന്ന് ഇവിടെ അപ്ലൈ ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ ഇനി വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് സെഡിന്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും. അങ്ങനെ എക്സും വൈയും സെഡും പറയാൻ പറ്റും. അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് ദ മാട്രിക്സ് 2a പ്ലസ് ബി പിന്നെ a മൈനസ് 2b, ഇവിടെ 5c മൈനസ് d, 4c പ്ലസ് 3d ഒരു സെക്കൻഡ് ഓർഡർ മാട്രിക്സ് തന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 11 24 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ബി സി ആൻഡ് ഡി, ഈ 4 വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് ടേംസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ 2a പ്ലസ് ബി 4 ആണെന്നും a മൈനസ് 2b മൈനസ് 3 ആണെന്നും ഇക്വേറ്റ് ചെയ്താൽ അതിൽ നിന്ന് എയും ബിയും കിട്ടും. അതുപോലെ തന്നെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിയും ഡിയും കിട്ടും. അപ്പോൾ നോക്കിയേ, ആദ്യം 2a പ്ലസ് ബി ഈക്വൽ ടു 4, ദാറ്റ് ഈസ് നമ്പർ 1. a minus 2b equal to minus 3, അത് number 2. 5c minus d equal to 11, that is number 3. 4c plus 3d equal to 24, that is number 4. ഈ 4 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സൗകര്യത്തിന് ആദ്യത്തെ 2 സോൾവ് ചെയ്താൽ എയുടെയും ബിയുടെ വാല്യൂ കിട്ടും. പിന്നത്തെ 3, 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, ഈ ഫസ്റ്റും സെക്കൻഡും ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇവിടെ 4a പ്ലസ് 2b ഈക്വൽ ടു 8, അതായത് ഫസ്റ്റ് ഇക്വേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 4a പ്ലസ് 2b ഈക്വൽ ടു 8, അത് നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി നോക്കിയേ, നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 2 പ്ലസ് 5, 2 പ്ലസ് 5 അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ a പ്ലസ് 4a 5a മൈനസ് 2b പ്ലസ് 2b ക്യാൻസൽ ചെയ്തു, മൈനസ് 3 പ്ലസ് 8 5 ആണ്. അതിൽ നിന്നും എയുടെ വാല്യൂ 1 കിട്ടി. ഉണ്ടോ? അങ്ങനെ എയുടെ വാല്യൂ കിട്ടി. ആ എയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് 2 പ്ലസ് ബി ഈക്വൽ ടു 4, ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഇപ്പോൾ കിട്ടിയത് a ഈക്വൽ ടു 1 ഉം b ഈക്വൽ ടു 2 ആണ്. ഇതേപോലെ നമുക്ക് 3ാമത്തെയും 4ാമത്തെ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നോക്കിയോളൂ, 3ാമത്തെയും 4ാമത്തെയും ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യണം, തേർഡ് ഇക്വേഷനെ ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് തേർഡ് ഇക്വേഷനെ 3 കൊണ്ട്. അപ്പൊ നോക്കിയേ, 15c മൈനസ് 3d ഈക്വൽ ടു 33, അതിനെ നമ്പർ 5 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കിയേ, ഈ 2 ഇക്വേഷൻസും 4ഉം 5ഉം ഒന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ 19c, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, 57. അതിൽ നിന്നും സിയുടെ വാല്യൂ 3 എന്ന് കിട്ടി. സിയുടെ വാല്യൂ 3. ഇനി ഈ സിയുടെ വാല്യൂ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ 3ൽ തന്നെ കൊടുത്തോളൂ. 5c 15 മൈനസ് d ഈക്വൽ ടു 11, അതിൽ നിന്ന് d ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ നോക്കി, a ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ b ഈക്വൽ ടു 2 കിട്ടിയിട്ടുണ്ട്, c ഈക്വൽ ടു 3 കിട്ടിയിട്ടുണ്ട്, d ഈക്വൽ ടു 4 കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താ വെച്ചാല് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ആ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3x പ്ലസ് 7 പിന്നെ 5, ഇവിടെ y പ്ലസ് 1, ഇവിടെ 2 മൈനസ് 3x, അതാണ് ആദ്യത്തെ മാട്രിക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 y മൈനസ് 2 പിന്നെ 8 4 ഉണ്ടോ.
ഇതാണ് രണ്ട് ഇക്വേഷൻസ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് വൈ, ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ രണ്ട് മാട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ they are having the same order and the corresponding elements must be equal, അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ 3x + 7 = 0. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നോക്കട്ടെ, ഇനി നോക്കി y - 2 = 5. ഈ 5ഉം y - 2 എടുത്തു. ഇനി നോക്കി y + 1 = 8. പിന്നെന്താ 2 - 3x = 4. ഇങ്ങനെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരികയാണ്, അല്ലേ? ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ ഇവിടെ ഒരു പ്രത്യേകത നോക്കി, ഇവിടെ എക്സിന്റെ വാല്യൂ -7/3 നൽകുന്നു. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കി, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇവിടെ 2 4 പ്രതി 1 -2 = 3x. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ കാണുന്നത് -2/3 എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, രണ്ട് വാല്യൂ എക്സിന് കിട്ടുകയാണ്, അല്ലേ? അപ്പൊ ഇത് ശരിയാവില്ല. കാരണം എന്താ വെച്ചാല് ഇത് ഈക്വൽ ആകണമെങ്കിൽ എക്സിന്റെ വാല്യൂ -2/3 ആവണം. ഇവിടെ ഈക്വൽ ആകണേ എക്സിന്റെ വാല്യൂ -7/3 ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കി, വൈയുടെ വാല്യൂ ഇവിടെ 7 ആണ്, ഇവിടെ വൈയുടെ വാല്യൂ 7. ഇവിടെ കുഴപ്പം വരുന്നില്ല. പക്ഷെ ഇവിടെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് വരുന്നത്. അപ്പോ ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സിന്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ്. നോട്ട് പോസിബിൾ ഫോർ ഫൈൻഡിങ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. കാരണം എന്താണ്, ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ എക്സിന്റെ വാല്യൂ -7/3. പക്ഷെ ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ എക്സിന്റെ വാല്യൂ -2/3 വന്നാലാണ് ഇത് ശരിയാവുള്ളൂ, കണ്ടോ? അപ്പോ ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാല്, നമുക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരുമ്പോഴുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഒരിക്കലും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കേട്ടോ? അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം, കേട്ടോ? ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. 7th question. Find the number of all possible matrices of order 3/3 with each entry 0 or 1. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം നോക്കി? 7ാമത്തെ ചോദ്യമാണിത്. Find the number of all possible matrices of order 3/3. 3/3 ഓർഡറിലുള്ള മാട്രിക്സുകൾ എത്രയുണ്ടെന്ന് അറിയണം. ആ മാട്രിക്സിന്റെ പ്രത്യേകത എന്താ? അതിലത്തെ എൻട്രീസ് 0, 1 അങ്ങനെയുള്ള രണ്ട് എലമെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് 0, 1 എന്ന രണ്ട് ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര 3/3 മാട്രിസസ് ഫോം ചെയ്യാൻ പറ്റും, അതാണ് ചോദ്യം. അതായത് യു ഹാവ് ടു ഫോം 3/3 മാട്രിക്സ്. പക്ഷെ അതിലത്തെ എല്ലാ എലമെന്റ്സും 0, 1 രണ്ടും വരാം, പക്ഷെ അത് ഒഴികെയുള്ള ഡിജിറ്റുകളൊന്നും പാടില്ല. അപ്പൊ 0, 1 എന്ന രണ്ട് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 3/3 ഓർഡർ ഡിസ്റ്റിങ്ക്റ്റ് മാട്രിസസ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 3/3 മാട്രിക്സിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 9 എലമെന്റ്സ് ഉണ്ടായിരുന്നു, അല്ലേ? അതില് 3 റോസും 3 കോളംസും ആണ്. 9 എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഡാഷ് ഇട്ടുള്ളതൊക്കെ നമുക്ക് 0 അല്ലെങ്കിൽ 1 അങ്ങനെയുള്ള ഡിജിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മാട്രിസസ് കിട്ടുന്നതാണ് ചോദ്യം, അല്ലേ? നമുക്ക് വേണമെങ്കിൽ റഫായിട്ടൊക്കെ ചിലതൊക്കെ പറയാം, അല്ലേ? ഇവിടെ 1 ഇട്ടു, ഇവിടെ 0 to 1 ഇട്ടു, ഇവിടെ 0, 1, 0, ഇവിടെ 0, 0, 0. അതൊരു മാട്രിക്സ് ആണ്. അതായത് ഇങ്ങനെ 1, 0, 0, 0, 0, 1, 0, 0, 0 ഉണ്ടോ? ഇത് ആ ഗ്രൂപ്പിൽ പെട്ട മാട്രിക്സാ, അല്ലേ? ഇനി ഇതുപോലത്തെ കുറെ ഉണ്ടാക്കാം, അല്ലേ? എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പെർമ്യൂട്ടേഷൻ എന്നുള്ളൊരു ഐഡിയ ഇവിടെ ഉണ്ടായത് നല്ലതാണ്. അതായത് ഇവിടെ നോക്കി, ഈ പൊസിഷൻ നോക്കാം. ഈ പൊസിഷനിൽ എനിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുക? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, അല്ലേ? വേറെ ഒന്നും പറ്റില്ല. അപ്പൊ ഈ പൊസിഷൻ രണ്ട് രീതിയിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും, കേട്ടോ? രണ്ട് രീതിയിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പൊസിഷൻ നോക്കി,
ഈ പൊസിഷനിലും 0 അല്ലെങ്കിൽ 1 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പൊസിഷനും രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാനത് ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിക്കാൻ പോവാൻ കേട്ടോ. ഇനി ഈ പൊസിഷനിൽ നോക്കി ഐദർ 0 or 1. അപ്പൊ ഇവിടെയും നമുക്ക് 2 വൈസില ചെയ്യാൻ പറ്റുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെയും 2 വൈസിലാണ്, ഇവിടെയും 2 വൈസിലാണ്, ഇവിടെയും 2 വൈസിലാണ് ഉണ്ടോ. ഇനി ഇവിടെ 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 ഒക്കെ 2 വൈസിലാണ് വരുന്നത് ഉണ്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പൊസിഷൻസ് ഇത്രയും രീതിയിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് 2�9 അല്ലേ എന്ന് പറഞ്ഞ എത്രയാ 512. 512 മാട്രിക്സുകൾ ഫോം ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണാണ് കേട്ടാ. 512 മാട്രിക്സസ് ഫോം ചെയ്യാൻ പറ്റും. അതിലെ among these 512 matrices this is one of them അല്ലേ. ഇത് അതിലത്തെ ഒരെണ്ണമാണ് കേട്ടോ. ഇതുപോലെ 512 എണ്ണം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് പെർമ്യൂട്ടേഷനിലത്തെ ഒരു ഐഡിയ മൾട്ടിപ്ലിക്കേഷൻ റൂൾ, അതായത് ഓരോ പൊസിഷനിലും എത്ര രീതിയിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ, ഇവിടെ ഒക്കെ രണ്ട് രീതിയിലാണ് ഫില്ലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഇതൊരു സെക്കൻഡ് ഓർഡർ മാട്രിക്സ് ആയിരുന്നു എന്ന് വിചാരിച്ചോ. സെക്കൻഡ് ഓർഡർ മാട്രിക്സസ് അതിലെ 0, 1 എന്ന ആ ഡിജിറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര മാട്രിക്സസ് ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഈ പൊസിഷൻ 2 വൈസില്, ഇവിടെ 2 വൈസില്, ഇവിടെ 2 വൈസില്, ഇവിടെ 2 വൈസില്, അതായത് 2⁴ that is 16. 16 മാട്രിക്സസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അത് ഈ രീതിയിൽ മനസ്സിലാക്കാം. ഏഴാമത്തെ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിന്റെ ഈക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസും ഇങ്ങനെ ഒരു പ്രോബ്ലം പെർമ്യൂട്ടേഷൻ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് മാട്രിക്സിന്റെ ആൽജിബ്രയിലേക്ക് കിടക്കുകയാണ്. ഈ ആൽജിബ്രയില് രണ്ട് മാട്രിക്സ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ നടത്തുന്നത്, അതുപോലെ തന്നെ ഒരു മാട്രിക്സിനെ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് രണ്ട് മാട്രിക്സുകളുടെ അഡീഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അഡീഷൻ ഓഫ് ടു മാട്രിക്സ്. അപ്പൊ നമുക്ക് രണ്ട് മാട്രിക്സുകൾ എയും ബിയും ഉണ്ട്. ഈ രണ്ട് മാട്രിക്സുകളും ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവ രണ്ടും ഒരേ ഓർഡർ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരേ ഓർഡറിലുള്ള മാട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊരു ഉദാഹരണം നോക്കാം. A equal to 1 0 2 minus 1 2 3 ഉണ്ടോ. ഇതൊരു 2/3 ഓർഡറിലുള്ള മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ B equal to 4 1 3, അതുപോലെ തന്നെ 2 1 minus 2, അതും 2/3 ആണ്. അപ്പൊ ഈ രണ്ട് മാട്രിക്സും ഒരേ ഓർഡർ ആയതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ആഡ് ചെയ്യണം നോക്കിയോ കേട്ടോ. അഡീഷന്റെ ആ സിമ്പിൾ ഇതാണ് A+B. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഓരോ മാട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. അതായത് ഇവിടെ 1 അവിടെ 4, ഇവിടെ 0 അവിടെ 1, ഇവിടെ 2 ഇവിടെ 3 ഉണ്ടോ. ഇനി ഇവിടെ -1 ഇവിടെ 2, ഇവിടെ 2 അവിടെ 1, ഇവിടെ 3 + -1. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, ഓരോ മാട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ കിട്ടുക, നമുക്ക് ഇവിടെ 5, ഇവിടെ 1, ഇവിടെ 5, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 1 ഉണ്ടോ. A+B ആണിത്. ഇപ്പൊ നോക്കിയേ, രണ്ട് 2/3 ഓർഡറിലുള്ള മാട്രിക്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും 2/3 ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് രണ്ട് മാട്രിക്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ്. ഇനി അടുത്തൊരു ആൽജിബ്ര ഞാൻ പറയുന്നത് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മാട്രിക്സ് ബൈ എ സ്കാലർ. അതായത് ഒരു മാട്രിക്സിനെ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ എ എന്നൊരു മാട്രിക്സ് ഉണ്ട്, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഒരു സ്കാലർ ഉണ്ട്. ഈ മാട്രിക്സിനെ ഈ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എയിലത്തെ എല്ലാ എലിമെന്റ്സിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. ഒരു ഉദാഹരണമായിട്ട് നോക്കിയോളൂ. ഇപ്പോൾ എ ഈക്വൽ ടു ഒരു 1 2 3 4. ഇനി കെ എന്ന് പറയുന്നത് ഒരു 3 ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഈ കെ എ എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് 3 × A എന്നാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഈ 3 കൊണ്ട് ഈ മാട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 3 കൊണ്ട് ഒരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ആ മാട്രിക്സിലെ എല്ലാ എലിമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 3
6, 9, 12 ഉണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ കെയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ കൊണ്ട് ആ മാട്രിക്സിലെ ഓരോ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി കെ ഈക്വൽ ടു 4 ആണെങ്കിൽ 4 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. കെ ഈക്വൽ ടു -2 ആണെങ്കിൽ -2 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ എലമെന്റിനെയും ആ കെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതാണ് അടുത്ത അൾജിബ്ര. ഇനി അടുത്തത് ഡിഫറൻസ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. രണ്ട് മാട്രിക്സുകളുടെ ഡിഫറൻസ്. നേരത്തെ നമ്മൾ അഡീഷൻ പറഞ്ഞു അല്ലേ, അതേപോലെ തന്നെ ഡിഫറൻസും. രണ്ട് മാട്രിക്സുകൾ നമുക്ക് സബ്ട്രാക്ഷൻ നടത്തണമെങ്കിൽ ആ രണ്ട് മാട്രിക്സിലും ഒരേ ഓർഡർ ആയിരിക്കണം. ഇനി എങ്ങനെ സബ്ട്രാക്ഷൻ നടത്തും? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ഷൻ നടത്തിയാൽ മതി. ഒരു ഉദാഹരണമായിട്ട് നോക്കിയുള്ളൂ. എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ അതുപോലെ തന്നെ ഇവിടെ 5, 0, 1, ബി ഈക്വൽ ടു 0, 1, 2, അതുപോലെ തന്നെ 6, -2, 3. ഇങ്ങനെ രണ്ട് മാട്രിക്സ് എന്ന് വിചാരിച്ചു. അപ്പോൾ എ മൈനസ് ബി നമ്മൾ കാണണമെങ്കിൽ നേരത്തെ അഡീഷനിൽ ചെയ്ത പോലെ ഇവിടെ സബ്ട്രാക്ഷൻ നടത്താം. 1 - 0, 2 - 1, 3 - 2, 5 - 6, 0 - -2, 1 - 3. അവിടെ ചെയ്ത എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ ഇപ്പൊ എന്താ വരുന്നത് നോക്കിയേ. ഇവിടെ 1, ഇവിടെ 2 - 1, 1, ഇവിടെ എന്താണ് 1, ഇവിടെ എന്താ -1, ഇവിടെ 2, ഇവിടെ -2 ഉണ്ടോ. ഇവിടെ നോക്കുക, ഇത് 2/3 ഓർഡർ, ഇത് 2/3 ഓർഡർ, ആൻസറും 2/3 ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് A+Bയും അതുപോലെ തന്നെ A-Bയും ആ രീതിയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഞാൻ ചില പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തിട്ടൊന്ന് പറയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിലെ ആദ്യം ഞാൻ പറയുന്നത് A ഈക്വൽ ടു 2, 4, 3, 2 ഒരു സെക്കൻഡ് ഓർഡർ മാട്രിക്സ്. അതുപോലെ തന്നെ B ഈക്വൽ ടു 1, 3, -2, 5 and C equal to -2, 5, 3, 4. അങ്ങനെ മൂന്ന് മാട്രിക്സുകൾ അവിടെ തന്നിട്ടുണ്ട്. ഈ മൂന്ന് മാട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഒന്ന് A+B കാണാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമതായിട്ട് A-B കാണാൻ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമതായിട്ട് A+B+C ആ മൂന്ന് മാട്രിക്സുകളും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാലാമത് പറഞ്ഞേക്കുന്നത് 3A - C, അഞ്ചാമത് പറഞ്ഞേക്കുന്നത് 2A + 3B. ഈ പറഞ്ഞ മാട്രിക്സുകളൊക്കെ കാണണം. അതായത് A+B കാണണം, A-B കാണണം, A+B+C കാണണം, 3A - C കാണണം, 2A + 3B കാണണം. അപ്പോൾ A+B ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കാണാം അല്ലേ. നോക്കി എന്തായിരിക്കും A+B വരിക? A+B ഈ രണ്ട് മാട്രിക്സുകളും നമ്മൾ ആഡ് ചെയ്യണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. 2 + 1 3, 4 + 3 7, 3 + -2 1, 2 + 5 7. ഇതാണ് A+B വരുന്നത്. ആ എയും ബിയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടാമത്തെ നോക്കി A-B പറഞ്ഞിരിക്കുന്നത് അല്ലേ. A-B നോക്കാം. 2 - 1 1, 4 - 3 1, 3 - -2 5, 2 - 5 -3. ഇതാണ് A-B കേട്ടോ. ഇനി മൂന്നാമത്തെ എന്താ? A+B+C. A+B+C. അപ്പോൾ മൂന്ന് മാട്രിക്സിലത്തെയും കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 2 + 1 3, 3 + -2 1. ഇനി 4 + 3 7, 7 + 5 12. ഇനി 3 + -2 1, 1 + 3 4. ഇനി 2 + 5 7, 7 + 4 11. അപ്പോൾ അതാണ് A+B+C. ഓക്കെ. ഇനി അടുത്ത് നോക്കി നമുക്ക് കാണാനുള്ളത് 3A - C ആണ്. നോക്കാം. C. അപ്പോൾ നമുക്ക് ആദ്യം 3 കൊണ്ട് A-നെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അതിൽ നിന്ന് C മൈനസ് ചെയ്യണം. അതായത് ഇങ്ങനെയാണ് വരുന്നത്. 2 4 3 2 -2 5 3 4 ഇതാണ് വരുന്നത് അല്ലേ.
അപ്പോൾ ആദ്യം ഞാൻ ഈ 3 കൊണ്ട് ഒരു സ്കാലർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുക. ദാറ്റ് ഈസ് 6 12 9 6 ഉണ്ടോ. ഇനി മൈനസ് 2 5 3 4 കേട്ടോ. ഇനി ഈക്വൽ ടു 6 മൈനസ് 2 അപ്പോൾ അത് 8 ആണ്. 12 മൈനസ് 5 അത് 7 ആണ്. പിന്നെ 9 മൈനസ് 3 അത് 6 ആണ്. 6 മൈനസ് 4 that is 2. അപ്പോൾ 3a മൈനസ് സി എന്നുള്ളത് നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് 2a പ്ലസ് 3b ആണ്. 2a പ്ലസ് 3b കാണണം. 2a പ്ലസ് 3b അതൊക്കെ 2 into 2 4 3 2 plus 3 into 1 3 minus 2 5. ആദ്യം 2 കൊണ്ട് ആദ്യത്തെ മാട്രിക്സിനെ 3 കൊണ്ട് രണ്ടാമത്തെ മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ 4 8 6 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 9 minus 6 15 ഉണ്ടോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇതെന്താണ്? 4 plus 3 7 8 plus 9 17 6 plus minus 6 0 4 plus 15 that is 19 ഉണ്ടോ. അപ്പോൾ ആ മാട്രിക്സ് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. If 2 into 1 3 0x plus matrix y 0 1 2 equal to 5 6 1 8 ഒരു ഇക്വേഷൻ തന്നേക്കാണ്. Then find x and y. Then find x and y. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് x ഉം y കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത മാട്രിക്സും ഇതും കൂടി ആഡ് ചെയ്യുക. ആ മാട്രിക്സ് ഇതിന് ഈക്വൽ ആണ്. അപ്പോൾ ഈക്വാളിറ്റി ഓഫ് മാട്രിക്സസും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയ ഈ 2 കൊണ്ടുള്ള മൾട്ടിപ്ലൈ ചെയ്ത 2 6 ഇവിടെ 0 2x ഇതാണ് ആദ്യത്തെ മാട്രിക്സ്. ഇനി പ്ലസ് ഇവിടെ y 0 1 2 ഇവിടെ 5 6 1 8. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കി. 2 plus y പിന്നെ 6 plus 0 0 plus 1 2x plus 2 that is equal to what? 5 6 1 8. പിന്നെ ആ കറസ്പോണ്ടിങ് എലിമെന്റ്സ് നോക്കുക. 2 plus y equal to 5. ഓക്കെ. ഇനി ഇവിടെ 2x plus 2 equal to 8. ഇതിൽ എക്സും വൈയും കിട്ടില്ലേ? എന്താണ് ഇതിൽ നിന്ന്? y equal to 3 ആണ്. അതുപോലെ തന്നെ എക്സ് എന്താണ്? അതും 3 ആണ്. എക്സും വൈയും 3 ആയിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. If 2 into x z y t plus 3 into 1 minus 1 0 2 equal to 3 into 3 5 4 6 ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ അൺനോൺ വാല്യൂസ് എക്സ് വൈ സെഡ് ആൻഡ് ടി ആ വാല്യൂസ് കാണും. അപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അത് ഈ മാട്രിക്സ് ഇവിടെ 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മാട്രിക്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കി, ദിസ് ഇംപ്ലൈസ് ഇവിടെ 2x 2z അതുപോലെ തന്നെ 2y 2t ഇതാണ് ആദ്യം. പിന്നെ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 മൈനസ് 3 0 6. ഓക്കെ. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 15 12 18. ഓക്കെ. ഇതൊന്ന് ആഡ് ചെയ്താൽ 2x plus 3 2z minus 3 2y plus 0 അപ്പോൾ 2y തന്നെ 2t plus 6 that is equal to what?
9, 15, 12, 18. ഇപ്പോൾ രണ്ട് മാട്രിക്സ് ഈക്വൽ ആകുന്ന കേസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? നോക്കിയേ, കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. 2x + 3 = 9. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ 2y = 12. അതിൽ നിന്ന് വൈയുടെ വാല്യൂ കിട്ടും. ഇനി ഇവിടെ 2z - 3 = 15. അതിൽ നിന്ന് സെഡിന്റെ വാല്യൂ കിട്ടും. ഇനി 2t + 6 = 18. അതിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടും. അപ്പൊ എന്താന്ന് നോക്കി, ഇവിടെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ 3 അങ്ങോട്ട് പോയ 6, 2x = 6. അപ്പൊ x = 3. x = 3 എന്ന് കിട്ടും. ഇനി 2y = 12. അതിൽ നിന്ന് വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 6. ഇനി ഇവിടെ ഈ 3 പുറത്തേക്ക് ഉണ്ടായാൽ 18. 2z = 18. അപ്പൊ z = 9. ഇനി 6 പുറത്തേക്ക് കൊണ്ടുപോയാൽ 12. അപ്പോൾ t = 6 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ x, y, z, t എന്നുള്ള വാല്യൂസ് കിട്ടുന്നു. അപ്പൊ ഇവിടെ ഈക്വാളിറ്റി ഓഫ് മാട്രിക്സസും മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത ക്ലാസ് പാർട്ട് 4 നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.